പകുതി വിലക്ക് ഇലക്ട്രിക് സ്കൂട്ടറും തയ്യൽ മെഷീനും ലാപ്ടോപ്പും ഒക്കെ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് ബാക്കി പകുതി പണം വലിയ കമ്പനികളിൽ നിന്ന് CSR വഴി സ്വീകരിച്ച് നിങ്ങൾക്ക് വസ്തുക്കൾ എത്തിച്ചു തരാമെന്ന് പറഞ്ഞ് ആയിരക്കണക്കിന് പാവപ്പെട്ട മനുഷ്യരിൽ നിന്ന് പണം വാങ്ങിയ ഒരു യുവാവിനെ കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. നമ്മൾ ഈ വാർത്തയുടെ പശ്ചാത്തലത്തിൽ ഈ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന, നമ്മുടെ നാടുകളിലൊക്കെ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന തട്ടിപ്പുകളെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. നമ്മോടൊപ്പം ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് കൂടിയായിട്ടുള്ള CA അഹമ്മദ് റാസി സാറാണ്. ഇൻസൈറ്റിലേക്ക് സ്വാഗതം. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ തട്ടിപ്പുകൾ വ്യാപകമായി കൊണ്ടിരിക്കുകയാണല്ലോ നമ്മുടെ നാട്ടിൽ. ഇപ്പോൾ ഈ ഒരു പ്രത്യേക കേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ ചെറിയ ചെറിയ നിക്ഷേപങ്ങളാണ് ഇദ്ദേഹം സ്വീകരിക്കുന്നത്. പകുതി പൈസക്ക് നിങ്ങൾക്ക് ഈ ഇലക്ട്രിക് സ്കൂട്ടർ, തയ്യൽ മെഷീൻ, ലാപ്ടോപ്പൊക്കെ തരാമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊന്നും വാങ്ങാൻ അങ്ങനെ സമൂഹത്തിൻ്റെ താഴെക്കിടയിലുള്ള ജോലി ചെയ്യുന്ന, അധ്വാനിച്ചുണ്ടാക്കുന്ന പണമൊക്കെ ആയിരിക്കും ഇത് ഇങ്ങനെ സ്വീകരിച്ചിട്ടുണ്ടാവുക. ഇങ്ങനെയുള്ള സാധാരണക്കാരായ മനുഷ്യർ പെട്ടുപോകുന്ന നിക്ഷേപ തട്ടിപ്പുകൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പല രൂപത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വ്യാപകമായി സംഭവിക്കാനുള്ള ഒരു കാരണമായി നമ്മൾ കാണാം? നമ്മളിപ്പോൾ ഈ കേസിൽ തന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാം, ഈ സാധാരണക്കാർക്ക് എപ്പോഴും സമ്പത്ത് അവർക്ക് സ്പെൻഡ് ചെയ്യാൻ, കറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള ഓപ്ഷനുകൾ ഇപ്പം വ്യാപകമായിട്ട് അവൈലബിളാണ്. അപ്പോൾ അതിൽ ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത്, എവിടെ അവർക്ക് നിക്ഷേപിക്കണം എന്ന് ഉള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് തട്ടിപ്പാവുമോ അല്ലേ എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ടത്. അപ്പോൾ വ്യാപകമായിട്ട് തന്നെ ഇപ്പം നിലവിലുള്ള ഓപ്ഷനുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നതിൽ അധികവും അല്ലെങ്കിൽ കുറേയും തട്ടിപ്പുകളായിട്ട്, അല്ലെങ്കിൽ കൃത്യമായ യഥാർത്ഥത്തിൽ അത് ഒരു ലാഭകരമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയാൻ പറ്റാത്ത ഇനത്തിൽപ്പെട്ടത് ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് ഈ ആളുകൾ ഇതിൽ പെടുന്നത് എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും എനിക്ക് തോന്നുന്നത്, ഒന്ന്, ഈ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യുന്നത് അവർ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനുകളിൽ അവരെ പരിചയപ്പെടുത്തുമ്പോൾ വലിയ വലിയ പബ്ലിക് ഫിഗേഴ്സിനൊക്കെ, വലിയതോ ചെറുതോ ആയിട്ടുള്ള പബ്ലിക് ഫിഗേഴ്സിനൊക്കെ ഇയാളൊക്കെ അതിലുണ്ട്, മറ്റേ ആൾ അതിലുണ്ട്, അല്ലെങ്കിൽ നമ്മളിപ്പം റീസെൻ്റായിട്ട് കണ്ട കുറച്ച് കേസാണ്, ജോൺസൺ മാവുങ്കലിൻ്റെ ഒരു കേസ് നമ്മൾ കണ്ടു. അതിൽ പോലീസ് ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു, സിനിമാ മേഖലയിൽ നിന്നുള്ള ആളുകൾ അവരുടെ കൂടെ ഉണ്ട്, രാഷ്ട്രീയക്കാരുണ്ട് എന്നൊക്കെ അവരുടെ ഫോട്ടോകളൊക്കെ, ഒപ്പം നിൽക്കുന്ന ഫോട്ടോകളൊക്കെ കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ സാധാരണക്കാരൻ അത് വിശ്വസിക്കുകയാണ്. ഇവർക്കൊക്കെ ഇതിൽ ഇയാളുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവർക്കൊക്കെ ഈ പറയുന്ന പുള്ളിയോ അല്ലെങ്കിൽ ഈ പറയുന്ന സംവിധാനവുമായിട്ട് അല്ലെങ്കിൽ സംരംഭവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതൊക്കെ യഥാർത്ഥമായിരിക്കും, അല്ലെങ്കിൽ അതിലൊന്നും തട്ടിപ്പിൻ്റെ അംശം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുകയാണ്. ഈ ആളുകളാണ് ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്ഷനുകൾ വരുമ്പോൾ തന്നെ, ഇങ്ങനെ കുറേ കെണിവലകൾ ഉണ്ടാക്കുമ്പോൾ തന്നെ, ഈ ഫ്രോഡായിട്ട് ഉണ്ടാക്കുന്നതാണെങ്കിൽ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ആളുകളെ സംവിധാനിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിക്കുന്ന മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ഈ തട്ടിപ്പുകളിലേക്ക് ആളുകൾ, തട്ടിപ്പായിരിക്കെ തന്നെ തട്ടിപ്പിലേക്ക് ആളുകൾ വീഴുന്നത് എന്നാണ് എൻ്റെ ഒരു ധാരണ. നമ്മൾ ഇങ്ങനെയുള്ള കേസുകളിൽ ഇപ്പോൾ ഈ ഞാൻ ആദ്യം സൂചിപ്പിച്ച കഴിഞ്ഞ ദിവസം യുവാവിനെ അറസ്റ്റ് ചെയ്ത സംഭവമാണെങ്കിൽ തന്നെ കോഴിക്കോട് ജില്ലയിൽ 5000-ലധികം ആളുകൾ ഇതിൽ പണം നിക്ഷേപിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ആയിരക്കണക്കിന് കോടികൾ രൂപയുടെ തട്ടിപ്പാണിത് നടന്നിട്ടില്ലെന്ന് പോലീസ് തന്നെ പറയുന്നു. ഇതിൻ്റെ ഭാഗമായി സന്നദ്ധ സംഘടനകളെ കൂട്ടുപിടിച്ചിട്ടുണ്ട്, അവർ പണം പിരിക്കാൻ നേതൃത്വം കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. ഇപ്പോൾ നേരത്തെ സാർ സൂചിപ്പിച്ചതുപോലെ ജോൺസൺ മാവുങ്കലിൻ്റെ ഒക്കെ കേസിൽ ഇങ്ങനെയുള്ള വലിയ സെലിബ്രിറ്റികളും പബ്ലിക് ഫിഗറുകളൊക്കെ ഇവരുടെ ഭാഗമാണ്. ഇവരെ വിശ്വസിച്ച് പാവപ്പെട്ട ജനങ്ങൾ ഇതിൽ പണം നിക്ഷേപിക്കാൻ തയ്യാറാകുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധം നമ്മൾ കൊടുത്താൽ തന്നെ ഒരുപാട് ഇങ്ങനെ നിക്ഷേപാവസരങ്ങൾ മുന്നിൽ വരുമ്പോൾ ഇതിൽ നിന്ന് തട്ടിപ്പ് ഏത്, തട്ടിപ്പല്ലാത്തത് ഏത്, ഇത് തിരിച്ചറിയാനുള്ളൊരു അടിസ്ഥാന മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്?
യഥാർത്ഥത്തിൽ തട്ടിപ്പ് ഏത് തട്ടിപ്പല്ലാത്തത് ഏത് എന്ന് പെട്ടെന്ന് ഇപ്പോൾ ഈ മുന്നിൽ നിൽക്കുന്ന അല്ലെങ്കിൽ കൂടെ ഉണ്ടായിരുന്ന ഇപ്പോൾ ഈ കേസിലും ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്ന കുറച്ച് പബ്ലിക് ഫിഗേഴ്സിനെ, അത് രാഷ്ട്രീയക്കാരും ഉണ്ടാവും അല്ലാത്തവരും ഒക്കെ ആയിട്ടുണ്ടാവും. അവരൊക്കെ ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇവരുടെ കൂടെ തട്ടിപ്പിന് എന്നല്ല, അവരുടെ പല സംരംഭങ്ങൾക്കും അവർ കൂടെ ഉള്ള ചിത്രങ്ങൾ അവർക്ക് കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. ഈ ആളുകൾ യഥാർത്ഥത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് മേഖലയിൽ വലിയ വിവരമുള്ള ആളുകളായിരിക്കണമെന്നില്ല, പബ്ലിക് ഫിഗേഴ്സ് ആയിരിക്കാം, അതത് മേഖലയിൽ അവരൊക്കെ എക്സ്പേർട്സ് ആയിരിക്കാം. അപ്പോൾ ഇവരെ ഉപയോഗപ്പെടുത്തിയിട്ട് ഇവരുണ്ടല്ലോ അതുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ് പറയുന്നത്. പക്ഷേ ആ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന ആംഗിളിൽ ഈ ഒരു സംരംഭത്തെ അളക്കാൻ ഇവർ പ്രാപ്തരാണോ? മിക്ക ആളുകൾക്കും യഥാർത്ഥത്തിൽ പബ്ലിക് ഫിഗേഴ്സ് ആണെങ്കിലും അവർക്കും ഇതറിയാതെ ചെന്ന് പെടുന്നതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ അറിഞ്ഞുകൊണ്ടൊരു തട്ടിപ്പിന് കൂട്ടുനിൽക്കുന്നത് വളരെ അപൂർവമായിട്ടുള്ള കേസുകൾ മാത്രമേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ കണ്ടിട്ട് മാത്രം അതിലൊന്നും പോയിട്ട് വികരുതെന്നാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എങ്കിൽ സ്വാഭാവികമായിട്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പിന്നിൽ കൃത്യമായ അസറ്റുകളുണ്ടോ, അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഉണ്ടോ, ആ ഡോക്യുമെൻറ്റ്സൊക്കെ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ നോക്കാനൊരു പക്ഷേ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് അറിഞ്ഞോളണമെന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കൃത്യമായിട്ട് അതിൻ്റെ എക്സ്പേർട്സിനെ കൊണ്ട് അതിനെ നോക്കിപ്പിച്ച്. വേറൊരു കാര്യം കൂടിയുണ്ട്, ഒരു ബിസിനസ് പുതിയ സംരംഭം തുടങ്ങുന്നു എങ്കിൽ ആ സംരംഭം തുടങ്ങുന്ന ആൾക്ക് ആ മേഖലയിൽ കൃത്യമായ അറിവുണ്ടോ എന്നുകൂടെ നോക്കൽ ഇക്കാലത്ത് പ്രധാനമാണ്. അപ്പോൾ പുതിയൊരു സംരംഭം ചിലപ്പോൾ അത് ഒരു ബന്ധമില്ലാത്ത മേഖലയിൽ വരുന്ന ബിസിനസ്സുകൾ മിക്കവാറും ഒന്നെങ്കിൽ മിസ്മാനേജ്ഡ് ആയിരിക്കാം, ചിലതൊക്കെ തട്ടിപ്പുമായിരിക്കാം. അപ്പോൾ ഈ രണ്ട് രൂപത്തിൽ ഒന്നെങ്കിൽ എക്സ്പേർട്സിനെ കുറിച്ച് അതിന് അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചിട്ട് വേണം ഇങ്ങനെ ഒരു നിക്ഷേപത്തിൻ്റെ ഡിസിഷൻ എടുക്കാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തത്, ഇതുമായിട്ട് ചേർന്ന് നിൽക്കുന്ന എന്ന് പറയുന്ന ആളുകൾ ഈ മേഖലയിൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ അത് കറക്റ്റാണോ അല്ലേ എന്ന് നോക്കാൻ മാത്രം കപ്പാസിറ്റി ഉള്ളവരാണോ എന്നുകൂടെ അഷ്യൂർ ചെയ്യുക എന്നുള്ളതും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചിലപ്പോൾ വലിയ ഉദ്യോഗസ്ഥൻ അതിൽ മുന്നിലുണ്ട് എന്നതുകൊണ്ട് അയാൾക്കിത് നോക്കാൻ അറിവുണ്ട് എന്ന് വിചാരിക്കേണ്ടതില്ല. അപ്പോൾ ഈ ഒരു മേഖലയിൽ ഇപ്പോൾ ഏതാണെങ്കിലും അതിൻ്റെ ബാലൻസ് ഷീറ്റ് നോക്കാൻ, അൾട്ടിമേറ്റ്ലി ഒരു സ്ഥാപനത്തിൽ നിന്ന് പ്രോഫിറ്റ് ഷെയർ കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ വരവ് ചിലവ് കണക്കുകളും അതിൻ്റെ ബാലൻസ് ഷീറ്റും നോക്കാൻ, ആസ്തിയൊക്കെ നോക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരാൾ അത് റിവ്യൂഡ് ആണ് എന്ന് അഷ്യൂർ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ആ രൂപത്തിൽ എക്സ്പേർട്ടിനെ കൊണ്ട് നോക്കിപ്പിക്കുക, അല്ലെങ്കിൽ എക്സ്പേർട്സ് അതിൻ്റെ കൂടെ ഉണ്ട് എന്ന് അഷ്യൂർ ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ്. നമ്മുടെ ഈ നാട്ടിന് പുറത്തൊക്കെ സാധാരണ കാണപ്പെടുന്ന ഈ ചെറിയ ചെറിയ ജ്വല്ലകളിൽ, ടെക്സ്റ്റൈൽസുകളിൽ, ഇങ്ങനെയുള്ള ചെറിയ വ്യാപാര സ്ഥാപനങ്ങളിൽ നാട്ടുകാരിൽ നിന്ന് സാധാരണയായി ചെറിയ തുക വാങ്ങി അതിന് ഇത്ര പൈസ സ്ഥിരമായി റിട്ടേൺ കൊടുക്കും എന്നൊക്കെ, അങ്ങനെയുള്ള ചില പദ്ധതികളൊക്കെ നമ്മുടെ നാട്ടിൽ സാധാരണയായി കാണപ്പെടാറുണ്ട്. ഇപ്പോൾ ഒരാൾ നിക്ഷേപിക്കുക, പൈസ നമ്മൾ അധ്വാനിച്ച പണം നമ്മൾ കുറച്ച് കാലത്തേക്ക് നിക്ഷേപിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു താല്പര്യം മാർക്കറ്റിൽ സ്വാഭാവികമായി കൊണ്ടിരിക്കുന്ന ഇൻഫ്ലേഷനെ മീറ്റ് ചെയ്യുന്ന രൂപത്തിലുള്ള റിട്ടേൺ കിട്ടണം എന്നാണല്ലോ. അപ്പോൾ 1,00,000 രൂപ നിങ്ങൾ നൽകിയാൽ മാസം 2,000 രൂപ നിങ്ങൾക്ക് തിരിച്ചു തരാം. നമ്മളത് കണക്കൂട്ടി നോക്കുമ്പോൾ 24% എന്നൊക്കെ പറയുന്ന ഹ്യൂജ് റിട്ടേൺ ആണ്. അന്നൊരിക്കലും ഒരു ലോങ് ടേമിൽ അതൊന്നും പോസിബിൾ ആവണം എന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഇത് മനസ്സിലാകാതെ ഇങ്ങനെയുള്ള ചതിക്കുഴികളിൽ പെടുന്നത്, അത് തട്ടിപ്പാണെന്ന് പോലും ബോധ്യപ്പെടാത്തത് എന്തുകൊണ്ടായിരിക്കും? രണ്ട് കാര്യങ്ങളാണ് അതിൽ. ചിലതൊക്കെ തട്ടിപ്പാണോ എന്ന് ചോദിച്ചാൽ തട്ടിപ്പായിരിക്കില്ല എന്നുള്ളതാണ്. തട്ടിപ്പായിരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മിസ്മാനേജ്ഡ് ആയിരിക്കും. അതായത് ഒരു ബിസിനസ്സിനെ കൃത്യമായിട്ട് കൊണ്ടുപോകാൻ അറിയാത്ത, അല്ലെങ്കിൽ ഇത്ര ലാഭം കൊടുക്കാൻ പറ്റുമോ പറ്റില്ല എന്നറിയാത്ത ആളുകൾ തുടങ്ങുന്ന ബിസിനസ്സിൽ സ്വാഭാവികമായിട്ടും ലാഭം കൊടുത്തു തുടങ്ങിയാൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ വരും. അപ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് എടുത്ത് റോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ ആളുകൾക്ക് റിട്ടേൺ കൊടുത്തിട്ട് കുറച്ച് കാലമെങ്കിലും മുന്നോട്ട് പോകും. അങ്ങനെ വരുമ്പോൾ അതൊരു വലിയ ഫണ്ട് ഫ്ലോ ഉള്ള സ്ഥാപനമായിട്ട് ഇങ്ങനെ പോയിട്ട് പിന്നെ ഒരൊറ്റ വികുന്നതാണ് നമ്മൾ കാണുന്നത്, ഒരു ഒറ്റ താഴ്ചയാണ് കാണുന്നത്. ഇത് യഥാർത്ഥത്തിൽ തട്ടിപ്പ് ഉദ്ദേശിച്ച് തുടങ്ങിയ സ്ഥാപനം ആയിക്കൊള്ളണമെന്നില്ല. അതിൻ്റെ മതപരമായിട്ടുള്ള വ്യൂ അല്ല കേട്ടോ ഞാൻ പറയുന്നത്. അല്ലാതെ അതിൻ്റെ ഒരു ഫിനാൻഷ്യൽ വ്യൂവിൽ മാത്രം പറഞ്ഞാൽ തന്നെയും അത് ഒരു തട്ടിപ്പ് ഉദ്ദേശിച്ച് തുടങ്ങിയ സ്ഥാപനം ആയിരിക്കില്ല. പക്ഷേ അത് മിസ്മാനേജ്ഡ് ആയിട്ട് വീണുപോയ സ്ഥാപനമായിരിക്കും.
അങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു ശതമാനം സ്ഥാപനങ്ങളിലും ഈ മാനേജ്മെൻറ്റ് റിലേറ്റ് ചെയ്തിട്ട് അവർക്ക് പ്രശ്നങ്ങളുണ്ട്. ഇത് മിസ്മാനേജ്ഡ് ആയിട്ട് പോകുന്ന നല്ലൊരു ശതമാനം സ്ഥാപനങ്ങളുണ്ട് എന്നുള്ളതാണ് ഇപ്പം റീസെൻ്റ്ലി നമ്മുടെ മുന്നിലെത്തുന്ന പല നമ്മൾ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ അസസ് ചെയ്യുന്ന ഇവിടെ നിലനിൽക്കുന്ന പല ബിസിനസ്സുകളെയും നോക്കിയാൽ നമുക്ക് ചിലതെങ്കിലും അങ്ങനെ പ്രശ്നമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇനി രണ്ടാമത്തതാണ് തട്ടിപ്പിനെ കുറിച്ച് പറഞ്ഞത്. തട്ടിപ്പ് ഇതേപോലെ തന്നെ എന്താണ് ആളുകൾക്ക് ഈ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവുന്ന ഇതായിക്കൊള്ളുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, മനസ്സിലായി ആവുന്നില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഒരാൾക്ക് സുഖമായിട്ട് ചെക്ക് ചെയ്യാമല്ലോ. അപ്പോൾ നേരത്തെ ബാലൻസ് ഷീറ്റ് ചെക്ക് ചെയ്യുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു വെൽ റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ധൈര്യമായിട്ട് തന്നെ റിസ്ക് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളൊരു ഇതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ധൈര്യമായി ചെയ്യാൻ പറ്റുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡുകൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ വിശദീകരിച്ചാൽ. ഇൻവെസ്റ്റ്മെൻറ്റുകൾ എന്ന് പറഞ്ഞിട്ട് ധൈര്യമായി ചെയ്യാൻ പറ്റിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ എന്ന് പറയുന്നത് ഇതിനെ കൃത്യമായി അസസ് ചെയ്യുന്ന ഒരു എൻറ്റിറ്റിയുള്ള ബിസിനസ്സുകൾ എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പം നോക്കുമ്പോൾ നിയമപരമായിട്ട് അതിൻ്റെ കണക്കുകളും കാര്യങ്ങളും ഒക്കെ കൃത്യമായി വെക്കുകയും അതിൻ്റെ ഓഡിറ്റൊക്കെ കൃത്യമായി ചെയ്യുകയും ഉള്ള സ്ഥാപനങ്ങളെ നമുക്ക് നിയമങ്ങൾ പാലിക്കുന്ന എന്നൊക്കെ പറയാം. പക്ഷേ എന്നാൽ കൂടെയും അതിലൊക്കെ കുറേ മുഴുവൻ 100% കറക്റ്റായിട്ട് റെഗുലേറ്റഡ് ആണ് എന്ന്, അല്ലെങ്കിൽ അതിലൊരു വീഴ്ചയും ആ അക്കൗണ്ട്സിലൊന്നും ഇല്ല എന്ന് അഷ്യൂർ ചെയ്യുക എന്ന് ഇപ്പോൾ ഉള്ള സംവിധാനത്തിൽ പ്രശ്നങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. മറ്റൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കൂടി റെഗുലേറ്റഡ് ആയിട്ടുള്ള കണക്കുകളിലുമൊക്കെ വ്യക്തമായിട്ട് നിയന്ത്രണങ്ങളുള്ള, അതിൽ കൃത്യമായിട്ടുള്ള നിരീക്ഷണ സംവിധാനമുള്ള ഒന്നാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ. സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനികളുടെ ഷെയർസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഒരു കൃത്യമായിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ അതൊരു സാധ്യതയുള്ള കാര്യമാണ്. ഇൻഫ്ലേഷൻ നേരത്തെ ചോദിച്ച പോലെ ഇൻഫ്ലേഷനേക്കാളും വലിയ റിട്ടേൺ കിട്ടുക, ഇൻഫ്ലേഷൻ മാത്രമാണ് എങ്കിൽ ബാങ്ക് ഇൻട്രസ്റ്റ് മാച്ചിങ് ഫിഗറാണെന്ന് പറയാം. അതേസമയത്ത് അതിനേക്കാൾ കൂടുതലുള്ള റിട്ടേൺ കിട്ടുക എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് റിസ്കി ആയിട്ടുള്ള സ്റ്റോക്കിലേക്ക്, അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ പറഞ്ഞ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഷെയർ മാർക്കറ്റിലേക്കൊക്കെ പോകേണ്ടി വരും. അവിടെയും പ്രശ്നമുണ്ട്. ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും ചില തട്ടിപ്പുകൾ അതിൻ്റെ പേരിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ പേരിൽ നടക്കുന്ന തട്ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തോളാം, ഞാൻ ഇൻവെസ്റ്റ് ചെയ്തോളാം, നിങ്ങൾ ക്യാഷ് തന്നോളി എന്ന് പറഞ്ഞിട്ട് വാങ്ങി വെക്കും. എന്നിട്ട് സ്റ്റോക്ക് മാർക്കറ്റും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, ഇയാൾ അത് റോൾ ചെയ്യായിരിക്കും ഉണ്ടാവുന്നത്. ഇങ്ങനെ ഒരു പ്രശ്നം നല്ലോണം ഉണ്ട് എന്ന് മനസ്സിലാക്കുകയാണ്. അപ്പോൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഡിമാറ്റ് അക്കൗണ്ടും ഒക്കെ സ്വന്തം പേരിൽ തന്നെ തുടങ്ങിയിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുകയും ഈ ഇൻവെസ്റ്റഡ് ആയിട്ടുള്ള ഫിഗർ തൻ്റെ അക്കൗണ്ടിൽ തന്നെ ഇത്ര ഷെയർ ഉണ്ട് എന്നുള്ളത് നോക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളത്. അത് നോക്കണമെങ്കിലും ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു എക്സ്പേർട്ടിൻ്റെ ആവശ്യമുണ്ടാവും. ആ എക്സ്പേർട്ടിനെ ഉപയോഗപ്പെടുത്താൻ പലപ്പോഴും മടിക്കുമ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളിലൊക്കെ ചെന്ന് ചാടുന്നത്. അങ്ങനെ ഒരു വിവരമുള്ള ആളോട് ചോദിക്കാൻ മടിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെയുള്ള ചതിക്കുഴിയിലേക്ക് വന്ന് ചാടുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവരെ ഉപയോഗപ്പെടുത്തുക, നല്ല കൃത്യമായ ഇൻവെസ്റ്റ്മെൻറ്റിൽ സ്ട്രാറ്റജിയൊക്കെ അവരോട് ചോദിക്കുക. അത് തൻ്റെ പേരിൽ തന്നെയാണ് എന്ന് അഷ്യൂർ ചെയ്യാൻ വേണ്ടി ഡോക്യുമെൻറ്റ്സോ അല്ലെങ്കിൽ രേഖകളോ അല്ലെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ടോ എല്ലാം പരിശോധിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ഫിനാൻഷ്യൽ അഡ്വൈസറെ സ്ഥാപിക്കുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണല്ലോ പറഞ്ഞു വരുന്നത്. അപ്പോൾ നമ്മൾ പലപ്പോഴും ലക്ഷക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്ന ഒരാൾ പിന്നെ അതിനൊരു താരതമ്യം ചെയ്ത് നോക്കുന്ന സമയത്ത് ചെറിയൊരു ചിലവ് ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറുടെ സാന്നിധ്യത്തിന് വരുന്നുള്ളൂ. പക്ഷേ അത് വലിയ എക്സ്പെൻസ് ആണെന്ന് പറഞ്ഞിട്ട് അതിന് തയ്യാറാവില്ല. പകരം ഈ മുഴുവൻ പൈസയും നഷ്ടത്തിലേക്ക് കൊണ്ടുപോകുന്ന രൂപത്തിലേക്കാണ് വരിക. ഇപ്പോൾ ഫിനാൻഷ്യൽ അഡ്വൈസർമാരുടെ കാര്യം പറയുമ്പോൾ തന്നെ ഈ ഫിനാൻഷ്യൽ അഡ്വൈസർമാരായി വേഷമിട്ട ആളുകൾ നടത്തുന്ന തട്ടിപ്പുകളുണ്ടല്ലോ. ഇപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ ഓരോ സ്കീമുകളുടെ പേരിൽ വരുന്ന തട്ടിപ്പുകളാണ് പറഞ്ഞത്. അതല്ലാതെ തന്നെ നമ്മുടെ നാട്ടിൽ സ്ഥിരമായി കാണുന്ന ഇപ്പോൾ MLM അടക്കമുള്ള വേറെ തട്ടിപ്പിൻ്റെ മേഖലകളൊക്കെ ഉണ്ടല്ലോ. അത് സാറിൻ്റെ ഇത്രയും വർഷത്തെ ഈ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ കേൾക്കുന്നതൊക്കെ ആയിട്ട് അത് ഏതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ ചെന്ന് ചാടാൻ പാടില്ലാത്ത തട്ടിപ്പാണെന്ന് ഉറപ്പുള്ള രീതികൾ അതൊക്കെയാണ്? നമുക്ക് ചില MLMകളെ പൊതുവേ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ചിലതൊക്കെ അതിൽ MLM പറഞ്ഞിട്ടെങ്കിൽ ഗവൺമെൻറ് അംഗീകരിച്ച ഒരു മെത്തേഡാണ്, ചിലതൊക്കെ അതിൽ ശരിയുണ്ടാവാം.
പക്ഷേ MLMൻ്റെ പേരിൽ ഈ റീസെൻ്റായിട്ട് നമ്മൾ കണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതേപോലെ മറ്റ് പേരിൽ ഹൈറിച്ച് ഒരു എക്സാമ്പിളാണ്. അതൊക്കെ തുടങ്ങിയിരിക്കുമ്പോൾ അത് മാർക്കറ്റിൽ ഉണ്ടായിരിക്കെ തന്നെ ഇത് ഇന്നല്ലെങ്കിൽ നാളെ എന്നുള്ള രൂപത്തിൽ പലർക്കും നമുക്ക് അഡ്വൈസ് കൊടുക്കാൻ കഴിഞ്ഞതും ഒക്കെയാണ്. ഇതേപോലെ തന്നെ മോറിസ്കോയിൻ്റെ കേസും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് പലരെയും അഡ്വൈസ് ചെയ്യുകയും പക്ഷേ അവരൊക്കെ അത് നിങ്ങൾക്ക് മനസ്സിലാവായിട്ടാണെന്നുള്ള രൂപത്തിൽ കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്തത്. പക്ഷേ ഇതിനൊക്കെ ചില വരമ്പുകളിലെത്തുമ്പോൾ അല്ലെങ്കിൽ ചില പോയിന്റിലെത്തുമ്പോൾ ഇവരൊക്കെ പൊട്ടുന്നതും ഇവരൊക്കെ ഏതെങ്കിലും ട്രാപ്പിലാവുന്നതും അല്ലെങ്കിൽ പിന്നെ പോലീസിൻ്റെ വലയിലാവുന്നതും കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഇതിനൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രൂപത്തിൽ പല വേഷത്തിലായിട്ട് എത്തുന്ന കാര്യങ്ങളുണ്ട്. ഇവരൊക്കെ എത്തുമ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു എങ്ങനെയാണ് ഇതിൻ്റെ റിട്ടേൺ അവർ കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നത്, അതൊരു എക്സ്പെക്റ്റേഷൻ അപ്പുറത്ത് അല്ലെങ്കിൽ നോർമൽ മാർക്കറ്റ് പ്രാക്ടീസിന് അപ്പുറത്തേക്കുള്ള റിട്ടേണുകൾ കൊടുക്കുമ്പോൾ, അത് നേരത്തെ നിങ്ങൾ പറഞ്ഞു 24% ഒക്കെ റിട്ടേൺ, അതൊക്കെ അപൂർവം ചില ഇൻഡസ്ട്രിയിൽ മാത്രമേ ആ രൂപത്തിലൊക്കെ റിട്ടേൺ കൊടുക്കാൻ സാധ്യതകളുള്ളൂ. അപ്പോൾ സാധാരണ ട്രേഡിംഗ് ആണ് നടത്തുന്നത് എന്ന പേരിലൊക്കെ അല്ലെങ്കിൽ സാധാരണ ജ്വല്ലറിയാണ് നടത്തുന്നത് എന്ന പേരിലൊക്കെ നടത്തുന്ന സ്ഥാപനങ്ങളിൽ വലിയ റിട്ടേണുകൾ കൊടുക്കുന്നു എന്നത് നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ ഉള്ള ഇൻവെസ്റ്റ്മെൻ്റ് അടക്കം പോവാനുള്ള സ്കീമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുക. ഓക്കെ, ഈ നമ്മളിങ്ങനെ ഫിനാൻഷ്യൽ അഡ്വൈസറെ വെക്കുക, അതല്ലെങ്കിൽ കൃത്യമായ ഡോക്യുമെൻ്റ് പരിശോധിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പിന്നെ സജസ്റ്റ് ചെയ്യുന്നത്. അതായത് ഇങ്ങനെ തട്ടിപ്പുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സാധാരണക്കാരായ മനുഷ്യർ തങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ പണമായിരിക്കും, തങ്ങളുടെ വിയർപ്പിൻ്റെ മൂല്യമായിരിക്കും, അത് നമുക്ക് ഭാവിയിലേക്കൊരു കരുതൽ എന്നുള്ള നിലക്ക് പിന്നെ നമ്മൾ അത് നിക്ഷേപിക്കുകയാണല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ അവിടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു കമ്പനിയിൽ തട്ടിപ്പല്ലാതെ തന്നെ തുടങ്ങിയ കമ്പനികളെ കുറിച്ച് പറയുകയുണ്ടായി. അങ്ങനെയുള്ള ഈ കമ്പനികളിൽ മിസ്മാനേജ്മെൻറ്റ് മൂലമോ അതല്ലെങ്കിൽ ഒക്കെ വരുന്ന ഈ നഷ്ടങ്ങൾ ഉണ്ടാകുമല്ലോ, അത് ശരിക്കും ഈ നിക്ഷേപകൻ സഹിക്കാനും തയ്യാറാകണോ എന്നല്ലേ ശരിക്കും? അതെ, അതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയാണ്. ആദ്യം നിങ്ങൾ ചോദിച്ചതിലേക്ക് വരാം. പല സ്ഥാപനങ്ങളും തുടങ്ങുന്നത് ആളുകളെ വഞ്ചിക്കണം എന്ന ഉദ്ദേശത്തിലൊന്നും ആയിരിക്കില്ല. പക്ഷേ അവരിങ്ങനെ ഒഴുകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നിക്ഷേപകൻ്റെ ആവശ്യം എന്നുള്ള ഒരു മാസത്തിലോ അല്ലെങ്കിൽ വർഷത്തിലോ അവന് റിട്ടേൺ കിട്ടണം എന്നുള്ളതാണ്. അവൻ്റെ എക്സ്പെക്റ്റേഷൻ വലുതായിരിക്കുമ്പോൾ അതിനെ മീറ്റ് ചെയ്യൽ നിർബന്ധിതനായി മാറുകയാണ് ഈ പറഞ്ഞ സംരംഭകൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും കണക്കിൽ ചില തിരിമറികളൊക്കെ നടത്തിയിട്ട് എങ്ങനെയെങ്കിലും കുറച്ച് അധികം ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ വേറെ ആളുകളിൽ നിന്ന് എടുത്തിട്ടൊക്കെ ഈ പറഞ്ഞ ഇൻവെസ്റ്ററെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ വേണ്ടി വലിയ റിട്ടേണുകൾ തന്നെ കൊടുത്ത് നിലനിർത്താൻ അവൻ നിർബന്ധിതനാവുന്നു. അത് സ്വാഭാവികമായിട്ടും വലിയ കുഴിയായി മാറുന്നു. അത് ഇൻവെസ്റ്റർക്കും അത് വലിയ കുഴിയായി മാറുകയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവൻ്റെ ഇൻവെസ്റ്റ് ചെയ്ത തുകയടക്കം പോവുന്ന ഒരു ഭാവി ഉണ്ടാവുന്നു എന്നുള്ളതാണ് അതിൻ്റെ വലിയ പ്രശ്നം. ഇനി മറ്റൊന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം നേരത്തെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞതിൽ വലിയൊരു സാധ്യതയാണ് സ്റ്റാർട്ടപ്പുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. പക്ഷേ സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 100-ൽ 10 അല്ലെങ്കിൽ 10-ൽ താഴെയോ ശതമാനമേ സ്റ്റാർട്ടപ്പുകൾ വിജയിക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക ഇൻ കേസ് വിജയിച്ചിട്ടുണ്ട് എങ്കിൽ അതൊരു വലിയ ലാഭമായി മാറുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ തന്നെ ഇപ്പം കൺമുന്നിൽ കണ്ട ഒരു കാര്യമാണ്, ഫ്രഷ് ടു ഹോമിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾ അത് വലിയ സമ്പത്തായിട്ട് അവർക്ക് മാറിയ സിറ്റുവേഷനുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ കണ്ടത്. അതേപോലെ ആ സ്ഥാപനം ഇപ്പോഴും റണ്ണിങ് ആണ്, അതിൻ്റെ ഭാവി എന്താവും നല്ല നിലയിൽ തന്നെ ഉണ്ടാവട്ടെ. പിന്നെ അതേപോലെ പല സ്ഥാപനങ്ങൾ ഇതേപോലെ സ്റ്റാർട്ടപ്പായി വളർന്നു വന്ന്, പക്ഷേ ബൈജൂസിനെ നമ്മൾ കണ്ടതാണ്. ബൈജൂസ് ഇവിടെ ഇങ്ങനെ വളർന്നു വരുന്നു. അതിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്കൊക്കെ പിന്നീട് നഷ്ടങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതേ സമയത്ത് ചില സ്ഥാപനങ്ങൾ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് ടൈമിൽ എക്സിറ്റ് ആവാൻ സാധ്യതയുള്ള കുറേ സ്റ്റാർട്ടപ്പുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് വലിയ സാധ്യത തന്നെയാണ്. പക്ഷേ അതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾ അതിലൊരു 90% നഷ്ടസാധ്യതയോടുകൂടെ കിട്ടിയാലൊരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ വലിയൊരു റിട്ടേൺ, ഇൻ കേസ് അത് പോയാൽ പ്രശ്നമില്ല എന്നുള്ള ആംഗിളിലുള്ള ആളുകളെ സ്റ്റാർട്ടപ്പിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാവൂ എന്നുള്ളതും കൂടെയാണ് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസം
ഒരു കേസ് നടന്നെന്ന് പറഞ്ഞു. ഇങ്ങനെ പലപ്പോഴായി പല കേസുകൾ സംഭവിക്കുന്നു, തട്ടിപ്പുകൾ വ്യാപകമായിക്കൊണ്ടിരിക്കും. കഴിഞ്ഞ ദിവസം കേരള പോലീസിൻ്റെ ഒരു ഡാറ്റ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ 2024 മാത്രം അബവ് 40,000 കേസുകൾ മാത്രം ഇങ്ങനെ സൈബർ ക്രൈമുകളിലൂടെ അതല്ലെങ്കിൽ ഇങ്ങനെ തട്ടിപ്പുകളിലൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. ഈ ഗവൺമെൻറ് അല്ലെങ്കിൽ പോലീസ് ഇതിനെതിരെ ആക്ഷൻ എടുക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള തട്ടിപ്പുകളെ തടയാൻ കുറച്ച് ഒന്നുകൂടി ഒരു പ്രോ ആക്റ്റീവായിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ റെഗുലേഷൻസ് വേറെ എന്തെങ്കിലും നിലവിലുണ്ടോ? ഗവൺമെൻറ്റിന് ഇതിൽ വലിയ റോളുണ്ട് എന്നുള്ളതാണ്. കേരള ഗവൺമെൻറ് റീസെൻ്റായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നിയമമാണ് റെറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നേരത്തെ അത് മഹാരാഷ്ട്ര ഒക്കെ റെറ ഒക്കെ നേരത്തെ ഉണ്ട്. അപ്പോൾ നിക്ഷേപം നിലവിൽ നല്ലൊരു മാർക്കറ്റാണ്, നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു മാർക്കറ്റാണ് റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ്. റിയൽ എസ്റ്റേറ്റ് മീൻസ് ഫ്ലാറ്റുകൾ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ മറ്റു വില്ല പ്രൊജക്റ്റുകൾ വരുന്നു, അതിൽ ഇൻവെസ്റ്റേഴ്സിനെ സമീപിക്കുന്നു. ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ വലിയ വില കിട്ടും അല്ലെങ്കിൽ നാളെ റെൻറ്റ് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്. പക്ഷേ ഇതിന് ഒരു കാലത്തുണ്ടായിരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 4 വർഷം കൊണ്ട് 5 വർഷം കൊണ്ട് തീരുമെന്ന് പറഞ്ഞ പ്രൊജക്റ്റ് അത് 7-8 വർഷത്തേക്ക് നീണ്ടുപോകുന്നു എന്നുള്ളതാണ്. മറ്റൊരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര അമ്യൂണിറ്റീസൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞ ഒരു പ്രൊജക്റ്റിൽ അത്ര അമ്യൂണിറ്റീസ് ഒന്നും ഇല്ലാതെ കംപ്ലീറ്റ് ചെയ്യുന്നു. സ്വാഭാവികമായിട്ട് ഉള്ളത് വെച്ച് അതിനെ സ്വീകരിക്കാൻ ഈ പറഞ്ഞ ഇൻവെസ്റ്റർ നിർബന്ധിതനാവുന്നു. ഇതിനൊക്കെ ഒരു റെറ എന്നൊരു നിയമത്തിൽ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി ആക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംവിധാനം കൊണ്ടുവരികയും അതിലൂടെ ഇതിലെ പ്രശ്നങ്ങൾ എല്ലാം ഇൻവെസ്റ്റർ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആക്കുകയും അതായത് എന്താണോ നേരത്തെ ഓഫർ ചെയ്തത് അത് മുഴുവൻ ഇതിലുണ്ടാവും എന്ന് അഷ്യൂർ ചെയ്യാൻ ഗവൺമെൻറ് ഇപ്പം പുതിയ ഒരു നിയമം ഇംപ്ലിമെൻ്റ് ചെയ്ത് അത് ഇൻവെസ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതേപോലെ എല്ലാ മേഖലയിലും വ്യത്യസ്തമായിട്ടുള്ള ആക്ടുകളും കാര്യങ്ങളും കൊണ്ടുവരികയും ഇൻവെസ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ സംവിധാനങ്ങൾ ഉണ്ടാവുകയും ചെയ്താൽ ഈ പ്രശ്നങ്ങൾ വലിയ അളവോളം ഇത് നമുക്ക് കർബ് ചെയ്ത് ഒഴിവാക്കാൻ കഴിയും എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ബിസിനസ് കുറച്ചും കൂടി റിസ്കിയർ ആവും. യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെ പോകുന്നതിൻ്റെ പ്രധാന കാരണം ബിസിനസ്സിനെ ലഘൂകരിക്കുകയും നിയമപരമായിട്ട് തന്നെ വലിയ ടാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും ആ ടാക്സിൻ്റെ ഒക്കെ പെർസെൻറ്റേജ് വളരെ ഹൈ ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊക്കെ ഒന്ന് കർബ് ചെയ്ത് കൊണ്ടുവരികയും നിയമം അനുസരിക്കാൻ വേണ്ടി എല്ലാവരും സന്നദ്ധരാവുന്ന രൂപത്തിലേക്ക് നിയമങ്ങളെ കുറച്ചും കൂടി ലൈറ്ററാക്കി കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി പുതിയ നിയമങ്ങളാണെങ്കിൽ തന്നെയും ആഡ് ചെയ്താലും പ്രശ്നമില്ലാന്ന് അങ്ങനെ നമുക്ക് ഈ ഒരു ഏരിയ ക്ലീനാക്കി കൊണ്ടുവരാൻ കഴിയൂ എന്നാണ് എൻ്റെ അഭിപ്രായം. റൈറ്റ്. അപ്പോൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്ത, അത് നിക്ഷേപ തട്ടിപ്പുകളുടെ വാർത്ത നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽപ്പെട്ട് പണം നഷ്ടപ്പെടുന്ന സാധാരണക്കാരുടെ കഥകളാണ് ഇങ്ങനെയുള്ള തട്ടിപ്പുകളുടെ പിന്നിലൊക്കെ എപ്പോഴും വെളിച്ചത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നിക്ഷേപം, നമ്മുടെ പണം, നമ്മുടെ വിയർപ്പിൻ്റെ മൂല്യം അത് നമ്മൾ ക്രെഡിബിൾ ആയിട്ടുള്ള രീതിയിൽ മാത്രം നിക്ഷേപിക്കുക. ഫിനാൻഷ്യൽ അഡ്വൈസറുടെ ഒരു സഹായം ആവശ്യമുള്ള സമയങ്ങളിൽ തേടാൻ മടിക്കാതെ തന്നെ നമ്മളത് ചെയ്യുമ്പോഴേ നമുക്ക് ഭാവിയിൽ നല്ലൊരു കരുതൽ ഉണ്ടാവുകയുള്ളൂ, നമ്മുടെ പണം സുരക്ഷിതമായിരിക്കും എന്ന് തന്നെയാണ് സാറ് പറയുന്നത്. ഈ ഇൻസൈറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.